ഹായ്, എല്ലാവർക്കും നമസ്കാരം. പിറവത്തിനടുത്തുള്ള പ്രണയകുലം എന്ന ഹോം സ്റ്റേ വിത്ത് ഒരു മെഡിറ്റേഷൻ ഹാള് കൂടിയൊരു ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഹിന്ദുസ്ഥാനി ബാൻസുരിയുടെ പ്രാക്ടീസിന് വന്നതാണ്. ഹിന്ദുസ്ഥാനി ബാൻസുരി എന്ന് പറയുമ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻ സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പുല്ലാങ്കുഴൽ എന്ന സംഗീത രൂപത്തിൻ്റെ വളരെ ഉദാത്തമായ ഒരു ഫോമാണ് ബാൻസുരി എന്ന് പറയുന്നത്. ഇത് മന്ത്രസ്ഥായിലെ ഈ ശ്രുതിക്ക് 3 ഘട്ട ശ്രുതിക്കാണ് പ്ലേ ചെയ്യുന്നത്. ഇത് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ബാൻസുരിയിൽ നമ്മൾ കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നത്. കർണാട്ടിക് മ്യൂസിക്കിലും ഇപ്പോൾ ബേസ് ഫ്ലൂട്ടുകൾ ഉപയോഗിക്കാറുണ്ട്. ബാൻസുരി എന്ന് പറയുന്നത് പൊതുവേ ഫ്ലൂട്ടിനെ നമ്മൾ ബാൻസുരി എന്നാണ് പറയുന്നത്. പക്ഷേ ഹിന്ദുസ്ഥാനിക്കാർ ഇത് ബേസ് ഫ്ലൂട്ടായിട്ട് ബാൻസുരി ഉപയോഗിക്കുമ്പോൾ പൊതുവേ ബാൻസുരി എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ഫ്ലൂട്ടിൻ്റെ ഒരു ഫീല് വരും. പന്നാലാൽ ഘോഷ്, ഹരിപ്രസാദ് ചൗരസ്യാജി, പണ്ഡിറ്റ് രാജേന്ദ്ര പ്രസന്ന ഇവരാണ് ഇന്ത്യയിൽ ബാൻസുരിയുടെ പഠന മേഖല ഹിന്ദുസ്ഥാനി രീതിയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ഹരിപ്രസാദ് ചൗരസ്യാജിയുടെ ശിഷ്യരായിട്ടുള്ള ശ്രീ ഹിമാൻഷു നന്ദയും ശ്രീ ദിഗ്വിജയ് സിംഗ് ചൗഹാൻ സാറുമാണ് ഞങ്ങൾക്ക് പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങൾ പ്രാക്ടീസിനായിട്ടാണ് ഞാനും എൻ്റെ സ്റ്റുഡൻസും ഇന്ന് പ്രണയകുലത്തിൽ വന്നിരിക്കുന്നത്. ഇടയ്ക്കുള്ള വീഡിയോസ് ഞങ്ങൾ ഇതുപോലെ പോസ്റ്റ് ചെയ്യാം. ഇന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന രാഗ് യമനാണ്. ബാൻസുരിയിൽ അതിമനോഹരമായിട്ട് വായിക്കാവുന്ന ഒരു രാഗമാണ് രാഗ് യമൻ. രാഗ് യമൻ്റെ ഒരു പ്രത്യേകത, ബാൻസുരിയിൽ എത്ര വായിച്ചാലും ഇതിൻ്റെ ഒരു അന്ത്യമില്ലാത്തൊരു രാഗമാണ് രാഗ് യമൻ. ബാൻസുരിയുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയൊരു രാഗമാണ് രാഗ് യമൻ. അതുപോലെ ബാൻസുരി വായിക്കുമ്പോൾ ഹാഫ് നോട്ടുകളൊന്നും തന്നെ വരാത്തൊരു രാഗമാണ് രാഗ് യമൻ. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ബാൻസുരി വായിക്കുന്ന എല്ലാവരും തന്നെ അവരുടെ ഫേവറേറ്റ് രാഗമായിട്ട് രാഗ് യമൻ വായിക്കാറുണ്ട്. അതൊരു നമ്മൾ എത്ര നാൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നാളും പ്രാക്ടീസ് ചെയ്യേണ്ട 2 രാഗങ്ങളാണ് രാഗ് യമനും രാഗ് ഭൈരവിയും. അതിനകത്ത് ഏറ്റവും പ്രധാനം തുടക്കത്തിൽ മുതൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രാഗം രാഗ് യമനാണ്. രാഗ് യമനിൽ ഹരിപ്രസാദ്ജിയുടെ ഗുരുകുലത്തിൽ ദ്രുപദ് സ്റ്റൈൽ ഓഫ് ആലാപാണ് കൂടുതൽ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ചെറിയ ബന്ദിഷുകളും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആലാപ്, ജോഡ്, ഝാല തുടങ്ങിയ എല്ലാ ടെക്നിക്സുകളും ഈ രാഗ് യമനിൽ നമുക്ക് വായിക്കാവുന്നതാണ്. രാഗ് യമൻ്റെ ഒരു ലൈറ്റ് മ്യൂസിക് രാഗമാണ് രാഗ് യമൻ കല്യാൺ. അതിൽ ശുദ്ധമധ്യമം കൂടി ഉപയോഗിക്കുന്നു. യമൻ കല്യാണാണ് കർണാടക സംഗീതത്തിൽ യമുന കല്യാണി രാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് യമൻ്റെ ആരോഹ അവരോഹം ഒന്ന് ഫ്ലൂട്ടിൽ വായിച്ചു നോക്കാം. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ നമ്മൾ ഒരു രാഗം എടുത്തു കഴിഞ്ഞാൽ ആ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വരിശകളെ ഹിന്ദുസ്ഥാനിയിലെ അലങ്കാറുകൾ എന്നാണ് പറയുന്നത്. ഈ അലങ്കാറുകൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഒരു രാഗത്തിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെയാണ് ഒരു രാഗത്തിൻ്റെ പ്രാക്ടീസ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ആരോഹ അവരോഹകൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഈ രാഗത്തിൽ നമ്മൾ ടെക്നിക്സ് സ്ലൈഡിങ്, ടാപ്പിങ്, ടങ്കിങ് ഈ 3 ടെക്നിക്സുകൾ പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ഈ രാഗത്തിൻ്റെ ഫ്രൈസുകൾ, ലോങ് ഫ്രൈസസ് പ്രാക്ടീസ് ചെയ്യും. അതിനുശേഷം ആ ഫ്രൈസുകൾ വെച്ചിട്ട് ആലാപ് പ്രാക്ടീസ് ചെയ്യും. ആ ആലാപ് വെച്ചിട്ട് തന്നെ ജോഡ് പ്രാക്ടീസ് ചെയ്യും. ആ ജോഡ് വെച്ചിട്ട് തന്നെ ജാല പ്രാക്ടീസ് ചെയ്യും. ജാലയ്ക്ക് ശേഷമാണ് നമ്മൾ തബല യൂസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പോസിഷനുകളെ ഹിന്ദുസ്ഥാനിൽ ബന്ദിഷുകൾ എന്നാണ് വിളിക്കുന്നത്. ബന്ദിഷുകൾ വോക്കൽ ബന്ദിഷുകളുണ്ട്, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ ബന്ദിഷുകളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റൽ ബന്ദിഷുകളാണ് അല്ലെങ്കിൽ തന്ത്രകാരി ബന്ദിഷുകളാണ് ഹിമാൻഷുജിയും അതുപോലെ ദിഗ്വിജയ് ചൗഹാൻ
ഗുരുജിയും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത് തബല വെച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ബന്ദിഷിൻ്റെ ഇംപ്രവൈസേഷനും അതിൽ താളത്തിൽ ബന്ദിഷ് ആലാപ്, താൻസ്, ജോഡ് താൻസ്, അതിൻ്റെ തിഹായ്സ്, ബന്ദിഷ് ആലാപ്, അങ്ങനെ പിന്നെയും ഝാല വായിച്ച് കോമ്പോസിഷൻ തീർക്കും. അതാണ് ഒരു രാഗത്തിൻ്റെ ഫുൾ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ പ്രാക്ടീസ് നമ്മൾ കവർ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 1 ഡേ ഫുള്ള് വേണം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ ഉച്ച വരെയുള്ള പ്രാക്ടീസാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് അലങ്കാറുകളും കുറച്ച് ടെക്നിക്സും ബന്ദിഷും മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ അലങ്കാറുകൾ ഒരു പ്രത്യേക രീതിയിൽ ഓരോ സ്വരം ഓരോ താളവട്ടം നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് നോക്കാം. 2 3 4. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ രാഗത്തിൻ്റെയും സ്വരങ്ങളുടെ ഇൻ ഡെപ്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണത്തിനും അതുപോലെ അലങ്കാറുകൾക്ക് ശേഷം നമ്മൾ ആലാപ്, ജോഡ്, ഝാല പ്രാക്ടീസ് ചെയ്യും. പിന്നെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഒരു കോമ്പോസിഷനാണെന്ന് പ്രാക്ടീസ് ചെയ്തത്. ആ കോമ്പോസിഷൻ ഇവിടെ ഇരുന്നിട്ട് തന്നെ കമ്പോസ് ചെയ്ത കോമ്പോസിഷനാണ്. ജപ്താളിലാണ് ആ കോമ്പോസിഷൻ ഉള്ളത്. ജപ്താൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിലെ 10 ബീറ്റുള്ള താളത്തിലുള്ള കോമ്പോസിഷൻസാണ്. അപ്പോൾ ബാൻസുരി കൺസേർട്ടുകൾക്ക് ആദ്യം നമ്മൾ കുറഞ്ഞ താളം, അതിപ്പോൾ തീൻതാൾ പോലെ വലിയ താളം എടുക്കാതെ 9 ബീറ്റ് അല്ലെങ്കിൽ 10 ബീറ്റ് അല്ലെങ്കിൽ 7 ബീറ്റുള്ള താളങ്ങളിലാണ് ഫസ്റ്റ് കോമ്പോസിഷൻ പ്രസൻറ്റ് ചെയ്യുക. അത് കുറച്ച് സ്ലോ ടെമ്പോയിലായിരിക്കും, ഒരു 75 BPM ഒരു ടെമ്പോയിലായിരിക്കും അത് ക്രമീകരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം.